പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കോട്ടയത്ത് നിന്ന് നേരെ മൂന്നാറിലേക്ക് പോന്നു. അത് ഇന്നലെ രാത്രി 1 മണിക്ക് കോട്ടയത്ത് നിന്ന് ബസ് കയറിയാണ്. രാവിലെ 6 മണിയാകുമ്പോൾ മൂന്നാറെത്തി. അങ്ങനെ ഞങ്ങൾ മൂന്നാർ വന്നിട്ട് അന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചത്. അതൊന്ന് കുറേ ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ KSRTC പോയപ്പോൾ അവിടെ റൂമുണ്ടല്ലോ, 100 രൂപയ്ക്ക് റൂം കിട്ടുന്നുണ്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് വൈകുന്നേരം 5 മണിക്കാണ് റൂം കിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വൈകുന്നേരം 5 മണിക്കാണ് അവിടെ റൂം കൊടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരം വരെ സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ച് ഇവിടെ അടുത്തെന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് കാണാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങിയതാണ് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പള്ളിവാസൽ എസ്റ്റേറ്റിലാണുള്ളത്. തേയില എസ്റ്റേറ്റാണ്. അതുപോലെ തന്നെ അവിടെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക്കിൻ്റെ പ്ലാന്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ എന്താ കാണാൻ പോകുന്നത്, അവിടെ കാണുന്നുണ്ടോ എന്നല്ല, അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് ആട്ടുക്കാൽ വെള്ളച്ചാട്ടം. ആത്തുക്കൽ എന്നാണ്, പക്ഷേ ഇംഗ്ലീഷ് പറയുമ്പോൾ ആട്ടുക്കാൽ എന്ന് പറയാം. ആട്ടുക്കാൽ വാട്ടർഫോൾസാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഇത് നമ്മുടെ മൂന്നാറിൽ നിന്ന് 15 രൂപേൻ്റെ ഓട്ടമാണുള്ളത് പള്ളിവാസലിലേക്കുള്ളത്. ബസ് കയറിയിട്ട് പള്ളിവാസലിൽ വന്നിറങ്ങിയാൽ, ജംഗ്ഷനിൽ വന്നിറങ്ങിയാൽ അവിടുന്ന് 1 കിലോമീറ്റർ താഴോട്ടേക്ക്, എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ 1 കിലോമീറ്റർ താഴോട്ടേക്ക് നടന്നാലാണ് ഈ ആട്ടുക്കാൽ വാട്ടർഫോൾസ് ഉള്ളത്. ഇതിൻ്റെ ബാക്കിലാണ് അവിടെ ചെറിയൊരു വെള്ളപ്പൊട്ടുമാതിരി കണ്ടു, അതാണ് വാട്ടർഫോൾസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ മേലെ വരുന്ന പോകാൻ കഴിയില്ല. നല്ല അത്യാവശ്യം മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തേക്കാണ്, അവിടെ താഴെ അപ്പം മലേൻ്റെ മുകളിലാണ് നമ്മളുള്ളത്. അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങണം, കാറ് പോകുന്നത് അങ്ങനെ ഇറങ്ങി താഴെ വരെ പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോയി നോക്കാം. പിന്നെ അവിടെ അടുത്ത ഹൈഡ്രോ ഇലക്ട്രിക്കിൻ്റെ അവിടെ പോകുമ്പോഴേക്കും അവിടെ പോകണം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ബംഗ്ലാവൊക്കെ ഉണ്ട് എന്നൊക്കെ അവിടെ വരുന്ന അവിടെ കണ്ട്, അതിന് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പോകണം. അങ്ങനെ ഇനിയിപ്പോൾ വരിവരായി കുറേ വീഡിയോസ് നാളെ മറ്റന്നാളേക്ക് നമ്മൾ കാന്തല്ലൂർ അതേമാതിരി കൊളുക്കുമലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇങ്ങനെ വന്നോണ്ടേ നിൽക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ നടക്കുകയാണ്. അപ്പോൾ അത് ഏക്കർ കണക്കിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് എത്ര ഏക്കറാണെന്ന് അറിയില്ല, അത്രയ്ക്ക് തോന്നുന്നുണ്ട്. മൊത്തം പള്ളിവാസൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. മൊത്തം തേയിലേൻ്റെ ഒക്കെ നുള്ളാനായതാ, കുളന്തായി വരെ സാധനം നുള്ളി എടുക്കാണ്ടായതാണ്. അപ്പോൾ അതാ കുറച്ചുകൂടെ അങ്ങോട്ടേ പോകേണ്ട, റോഡ് താഴെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ചുരമാരി ഹെയർപിൻ ഇറങ്ങി താഴോട്ട് പോകണം. അവസാനം നമുക്കത് അവിടെ കാണാം. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. തേയില. അപ്പോൾ അടുത്തേക്ക് എത്തുന്നവരും ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അപ്പോൾ നേർവഴിക്ക് പോയാൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് വഴി കണ്ടിരിക്കുന്നത് സ്റ്റെപ്പാണ്. അപ്പോൾ താഴേക്ക് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങും കുറച്ച്. ഏകദേശം ഒരു 2 ഹെയർപിൻ നമ്മൾ ലാഭിച്ച്. അപ്പോൾ അതാ പോകുന്ന വഴി തന്നെ വേറെ ചെറിയൊരു വെള്ളച്ചാട്ടതാ. എവിടുന്ന് വരുന്നതെന്നറിയില്ല. ഇനി മഴവെള്ളം മേലെന്ന് വരികയാണെന്ന് അറിയാം. എന്തായാലും രസം കാണാൻ രസം. ഇങ്ങനെ തട്ടിയാണ് വരുന്നത് വെള്ളച്ചാട്ടം. നമുക്ക് നേരെ പോകേണ്ടത്. എന്നിട്ടും എത്തിയിട്ടില്ല. പിന്നെ നേരെ ഇങ്ങനെ നടക്കുകയാണ്. താഴെ അവിടെ കുറേ ഇതൊക്കെ കാണുന്നില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഒഴുകി പോകുന്നൊക്കെ. നേരത്തെ കണ്ട മേലത്തെ വലിയ വെള്ളച്ചാട്ടം കാണുന്നില്ല. അപ്പോൾ നേരത്തെ കണ്ട വാട്ടർഫാൾ മേൽഭാഗം അത് അവിടെയാണ് കാണാൻ പറ്റും. അവിടെ നിന്നാണ് വരുന്നത്, അവിടെ നിന്ന് ചാടുന്നുണ്ടോ ആ ഭാഗത്താണ് വെള്ളം ചാടിയിരുന്നത്. അത് ഇതിലേക്കോ വന്നിട്ട് അവിടെ ഒരു പാലുണ്ട്, ആ പാലത്തിൻ്റെ അടി കൂടെയാണ് താഴോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും മേലോട്ടൊക്കെ എന്തായാലും പോകാൻ കഴിയില്ല. ഞാൻ മലയൊക്കെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോറസ്റ്റ് പിടിച്ചൊക്കെ അലമ്പാവും. അത് വേണ്ട. അപ്പോൾ നമുക്ക് ഇതിലേ അങ്ങോട്ട് താഴോട്ടേക്ക് വീണ്ടും ഒരു ഷോട്ട്. നമുക്ക് ഈ 2 ബെൻഡ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നേരെ താഴെത്താം. കല്ലാണ്, സൂക്ഷിച്ചിറങ്ങിയില്ലേ പല്ല് പോകും. അപ്പോൾ നമ്മൾ നേരെ താഴെ എത്തി. അവിടെ നിന്ന് പിന്നെയും താഴോട്ട് ഇറങ്ങാണ്ട് ഇതിലേ പോയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം. നല്ല രസമുണ്ട് ഇങ്ങനെ ഇറങ്ങാൻ. ഈ 2 സൈഡ് തേയിലേൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങാണ്. അവിടെയൊക്കെ തേയില നുള്ളി കഴിഞ്ഞാൽ കേട്ടോ. ഇതിനിപ്പോൾ അടുത്ത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും താഴെ എത്തിയിരിക്കുന്നു. അതാ ഏകദേശം ഈ ഹൈറ്റിൽ നിന്നാണ്, മേലെ നിന്നാണ് നമ്മൾ ആദ്യം വീട് എടുത്തത്. അത് അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറങ്ങി ഇതിലേക്കോ ചാടി ഇറങ്ങി താഴെത്തി. അത് അവിടെ റിസോർട്ടതാ, അവിടെ ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല റേറ്റ് ആയിരിക്കും. അതിൻ്റെ മേലെയൊക്കെ പൂളൊക്കെ ഉള്ളതാണ്.
അപ്പോൾ നമുക്കിപ്പോൾ അടീൻ്റെ അടിയിലൊക്കെ അവിടെ അടിഭാഗത്തൊക്കെ പോകേണ്ടത്. വെള്ളച്ചാട്ടം ഇതിലൊക്കെ വരുന്നുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ എന്തായാലും ഇറങ്ങി പോകാം താഴോട്ടേക്ക്. നേരെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണിച്ചു തന്നിരുന്നോ, അതാണ് ഇത് കേട്ടോ. അതും ഇങ്ങനെ നേരെ ഇവിടേക്ക് തന്നെ വരുന്നത്. അപ്പോൾ രണ്ടും കൂടെ അവിടെ നിന്ന് ഒരുമിച്ചാണ് പോകുന്നത് താഴോട്ടേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ കയറി ചെല്ലുന്നത് ഒരു പാലത്തിൻ്റെ മുകളിലേക്കാണ്. തൂക്കുപാലൊന്നുമല്ല, സാധാ പാലം തന്നെ, ചെറിയൊരു പാലം. അവിടെ വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. റിസോർട്ടുമാർ ചെറിയ എന്താ പറയുക, ഇനി ഫോറസ്റ്റ് ഓഫീസാണോ അറിയില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് എന്താ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കേട്ടോ ബോർഡൊക്കെ ഉള്ള ഇവിടെ. നിറഞ്ഞ പാറകളുള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങരുത്, അപകടകരം. അപ്പോൾ ആരും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. അതാ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഏതൊക്കെ ഭാഗത്തൂടെ വെള്ളം വരുന്നത് പറയാൻ കഴിയുന്നില്ല. അപ്പം മേലെ നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നത്. ഇപ്പോൾ 2 ദിവസം നല്ല മഴ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നല്ല ടൈമിലാണ് വന്നത്. വെള്ളം ഇങ്ങനെ ഒന്നായിട്ട് കുത്തി ഒലിച്ച് വന്നിട്ട് അതാ ഇവിടുന്ന് പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക്. ഇതിലൊരു രസത ഈ ഭാഗത്തായിരാ. ഈ ഭാഗത്ത് കട ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ പരന്നൊഴുകാണ് ഇവിടെ. അപ്പം എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മേലോട്ടേ പോയി നോക്കാം. അവിടെ മേലെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല വ്യൂ ആയിട്ട് നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് മേലോട്ട് കയറിയിട്ട് കുറച്ചുകൂടെ വ്യൂ ഉള്ളൊരു പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നേരത്തെ കണ്ടില്ലായിരുന്നു, അത് ഫോറസ്റ്റ് ഓഫീസ് ഒന്നുമല്ല, ഇതിൻ്റെ മുകളിലൊരു കോഫി ഷോപ്പാണ്. അവിടെ ആൾക്കാർക്ക് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ എന്താണെന്ന് നോക്കി നോക്കാം. ടീ ആൻഡ് കോഫി. നേരെ മേലോട്ട് കയറി നോക്കാം. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വല്ലാത്തൊരു ഭംഗിയാണ്. നമ്മളെ സീനറിയിലൊക്കെ കാണുന്ന മാതിരി മേലെ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് തട്ടായിട്ട് താഴോട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ താഴോട്ട് ഇങ്ങനെ പാലത്തിൻ്റെ അടിക്കും അങ്ങോട്ട് പോകുന്നു. അപ്പോൾ മുന്നിൽ കുറച്ചുകൂടെ മുകളിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മേലോട്ട് കയറി നോക്കാം. കോഫി ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറാം. പോകണ്ട അങ്ങോട്ടേക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാ. ഇവിടെ ഇൻ്റർവ്യൂ ആണല്ലോ, നടക്കട്ടെ. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇതാണ് വ്യൂ, മേലെ നല്ല വ്യൂ. ആത്തുകാട്. അപ്പൊ അവിടെ ഒരു ഗ്രാമം പോലെ. എന്താ പേരെന്താ അതിന്റെ? ആത്തുകാട്. ഗ്രാമത്തിന് ആത്തുകാട് എന്ന് പറയാ. അപ്പൊ ഹായ് കൊച്ചുമോളാ. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. അപ്പൊ അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അവിടെ ഗ്രാമം പോലെ കുറേ ആയിരത്തോളം വീടുന്നൊക്കെ അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നല്ല ലൊക്കേഷനാണ് പോലെ. ആ വഴി തന്നെ അവിടെ വേറൊരു ചെറിയൊരു വ്യൂ പോയിന്റ് മാതിരി കണ്ടു. വ്യൂ പോയിന്റ് അല്ല, വെള്ളച്ചാട്ടം നല്ലൊരു വ്യൂ ഇടുന്ന ഭാഗമാണ്. ആൾക്കാർ വരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ താഴ്ഭാഗം ഇവിടെ കാണുന്നതാണ് പാലത്തിന് അവിടെ ഇങ്ങനെ താഴോട്ടേക്ക് വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് പോവാണ്. അപ്പം തന്നെ നമുക്ക് ഇനി ആ വില്ലേജിലേക്ക് പോയി നോക്കാം. ഇതാണ് ഏച്ചി പറഞ്ഞ പള്ളി. അപ്പോൾ ഇത് പറഞ്ഞ് ഇങ്ങനെ അവിടേക്ക് പിന്നെയും പോവാണ്. ഒരു ബഫർ സോണൊക്കെ ഇത് ചെയ്യുന്നു. മേലോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും
ചെരുപ്പ് അയച്ച് വെക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ മേലോട്ട് കയറുന്നില്ല. പള്ളീൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ടോപ്പ് വരാൻ പറഞ്ഞ് കാണാം. നല്ലൊരു വ്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരെ പോയി നോക്കാം. വേറെ വീഡിയോകളൊക്കെ കാണാൻ പറ്റുമോ നോക്കാൻ പോയിട്ട്. ഇവിടെ ഇതാ വേറൊരു നല്ലൊരു അരുവി. ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണേക്കും. ചെറുത് നല്ല ശുദ്ധമായ വെള്ളമാണെന്ന് തോന്നുന്നു. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അതൊരു റിസോർട്ടാണ്. അതുമാതിരി അത് അവിടെ വേറെ ഒന്നുണ്ട്. 3 റിസോർട്ട് തന്നെ ഇതിന് മുകളിൽ. അപ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ തേയിലേൻ്റെ ഫാക്ടറി ആണെന്നാണ്. പക്ഷെ അതും മേലുള്ള റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പോയാലാണ് അത് ആ ഗ്രാമം അവിടെയാണല്ലോ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. കാരണം നമ്മളിതാ ആ ഗ്രാമം ചെറിയ, അതായത് നമ്മുടെ ഈ കൊളുന്ത് നുള്ളുന്ന തൊഴിലാളികളുടെ ഗ്രാമമാണ് ആട്ടുകാൽ വില്ലേജ്. അപ്പോൾ നമ്മളിതാ ആ മലേൻ്റെ മുകളിൽ നിന്നാണ് വന്നത്. പക്ഷേ അതിൻ്റെ അവിടെ ടീ ഫാക്ടറി അവിടെ ഉണ്ട്. അപ്പോൾ അത് മല ഇറങ്ങി റിസോർട്ട് നേരത്തെ കണ്ട റിസോർട്ടാണത്. അതിലേ ഇങ്ങനെ കറങ്ങി അതിലേ ഇവിടെ എത്തി. ആ പള്ളീൻ്റെ മുന്നിൽ കൂടെ. ഇപ്പോൾ അവിടെ പള്ളിവാസലിൻ്റെ എസ്റ്റേറ്റിൻ്റെ പവർ ഹൗസാണ്, വാട്ടർ ടാങ്ക്. അതിൻ്റെ അടുത്താണ് ഒരു അമ്പറുണ്ട്. ഒരു അമ്പറുണ്ട് അവിടെ. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അവിടെ മേലൊരു വെള്ളപ്പൊട്ടുണ്ടോ, അത് റോഡാണ്. അതിൻ്റെ മുകളിൽ എത്തണം. അതിൻ്റെ മുകളിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. വണ്ടി ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം, ചെറുതായി വണ്ടി പോകുന്നത് കാണാം. അപ്പോൾ ഇനി അവിടെ നിന്ന് കയറി അതിൻ്റെ മുകളിൽ വരെ എത്തണം. ഇപ്പോൾ തന്നെ മുനൂർ ഇപ്പോൾ തന്നെ കുഴങ്ങിക്കുന്നത്. എന്താ അവിടെ തിരിച്ചിങ്ങനെ നടക്കാണ്. നേരത്തെ കണ്ട പള്ളി അതവിടെ മുകളിൽ റോഡിലിങ്ങനെ കയറട്ടെ. ആ വെള്ളത്തട്ടത് അവിടെ. അങ്ങോട്ടേക്ക് പോകുന്നേരം വലങ്ങനെ അറിഞ്ഞില്ലായിരുന്നു കയറ്റം. പക്ഷെ തിരിച്ച് വരുമ്പോൾ നല്ലോണം അറിയുന്നുണ്ട്. നമ്മൾ തിരിച്ചതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. വെള്ളച്ചാട്ടം അവിടെ. അപ്പോൾ നമുക്ക് അതിന് മുകളിലെത്തണം. അത്ര ദൂരം നടക്കാണ്ട്. അപ്പോൾ ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ വല്ല കൈ നീട്ടണം. അല്ല നടന്നവിടെ എത്തുമ്പോഴത്തേക്ക് സമയത്ത് അപ്പോൾ 1 മണിയായി. നടക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നല്ല ഒരു 3 മണിയാവും അടുത്തുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. മുനൂര് അപ്പം തന്നെ കുഴങ്ങിയോ തുടങ്ങിയിട്ടുള്ളൂ. കയറ്റം തുടങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ അവൻ കുഴങ്ങി. ഇനി അതിൻ്റെ മുകളിൽ വരുമ്പോൾ കാണില്ല, അത്രയ്ക്ക് മുകളിലെത്താണ്ട്. ഏതെങ്കിലും വണ്ടിക്കാർ വന്നാൽ കൈ കെട്ടണം. അപ്പോൾ അങ്ങനെ അതാ കയറി ഇപ്പോൾ ഒരു കാഭാഗം കയറി കഴിഞ്ഞ് ബാക്കി. അപ്പോൾ ഇനി ഏതൊക്കെ ഷോർട്ട് കട്ട് കൂടെ കയറുന്നുണ്ട്. റോട്ടുമിലേക്ക് എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഇതിൽ അങ്ങോട്ട് കയറി നോക്കാം. മറ്റേത് കുറേ ദൂരമുണ്ട്, ഇങ്ങനെ വളഞ്ഞ് പോവാം. ഞാൻ പെട്ടെന്ന് എത്തും. അപ്പോൾ അങ്ങനെ ഇതാ തേയിലേൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കയറാം മേലോട്ടേക്ക്. മേലെത്താൻ മതിയാന്ന് വിചാരിക്കും. അതാ വെള്ളച്ചാട്ടം കണ്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോവുക. ഇറങ്ങി കയറി അവിടെ എത്തിയത്. അപ്പോൾ ഇതിന് നടുവിലല്ലേ ഇനി അതാ മുകളിൽ അവിടെ എത്തണം. അപ്പോൾ എന്തായാലും ഇനി കയറാം മേലോട്ടേക്ക്. അങ്ങനെ കുറേ ഷോർട്ട് കട്ടുകളൊക്കെ കയറി ഇപ്പോൾ ഞാൻ മുകളിലെത്തി. മെയിൻ റോഡിന് അവിടെ എത്താനായിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് ബസ് കയറി നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോകണം. അതായത് നമ്മൾ റൂമിൻ്റെ കാര്യം 5 മണിക്കാണ് റൂമിന് എത്താൻ പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ പോയിരുന്ന് കൺഫേം ചെയ്യണം. അഥവാ ഇനിയിപ്പോൾ റൂമില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് കയറി നേരെ നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാൻഡിൽ പോയി പറ്റുകയാണെങ്കിൽ നമുക്ക് ആ റൂമൊക്കെ കാണിച്ചു തരാം. ഡോർമെറ്ററി ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ റൈഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി തന്നെയാണ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ പെൻസ്റ്റോക്ക് പോയി പോകുന്നത്. മേലെന്നാണ് 4 പെൻസ്റ്റോക്ക് പോയി വരുന്നത്. ഇതിങ്ങനെ നേരെ ഹൈ പ്രഷറിൽ വരുന്ന സാധനമാണ്. നേരെ താഴോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ടർബൈനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് KSRTC സ്റ്റാൻഡിൻ്റെ ഡോർമെട്രികളൊക്കെ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം എന്താ അവസ്ഥ. അപ്പോൾ ഇതാ ബെഡ് 100 രൂപ, ബ്ലാങ്കറ്റ് 50, ബെഡ്ഷീറ്റ് 20, പില്ലോ 20. ചെക്കൗട്ട് ടൈമില്ല. ഞങ്ങളങ്ങനെ അവിടെ ചെന്നപ്പോൾ KSRTCയിൽ റൂമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ 5 മണിക്കാണ്, ഡോർമെട്രിയാണ്. അപ്പോൾ 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ 5 മണിയാകുമ്പോൾ അവിടെ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ബാഗൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിച്ച് നേരെ അങ്ങോട്ടേ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളത്തെ വീഡിയോ നമ്മൾ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് വരുന്ന വഴി കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം.